ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വൻ വിജയകരമായ രൂപത്തിലാണ് ഇന്ന് കുംഭമേള പ്രയാഗ്രാജ് കാണുന്നത്. എന്താണോ മുസ്ലിം സംഘടനാ നേതാക്കന്മാർ ഭയപ്പെട്ടത് അത് സംഭവിച്ചിരിക്കുന്നു. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇസ്ലാം മതം ഉപേക്ഷിച്ച് സനാതന ധർമ്മം സ്വീകരിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ജമാഅത്ത് സംഘടനയുടെ നേതാവായ ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി ഭയപ്പെട്ടത്. അദ്ദേഹം മുസ്ലിങ്ങളുടെ മുഴുവനും കോൺട്രാക്ട് ഏറ്റെടുത്തിട്ട് സംസാരിച്ച ഇമാമു കൂടിയാണ്. മഹാകുംഭമേള ഇസ്ലാമിനുണ്ടാക്കിയിരിക്കുന്ന പരിക്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രൂപത്തിൽ പകരം ചോദിക്കാൻ സാധിക്കുന്നോ, ഏതൊക്കെ രൂപത്തിലാണോ പ്രതികാരം ചെയ്യാൻ സാധിക്കുന്നത്, ആ രൂപങ്ങളെല്ലാം, ആ രീതികളെല്ലാം സ്വീകരിക്കുമെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചതാണ്. അതിനോടനുബന്ധിച്ചിട്ടാണ് തീപിടുത്തം ഉണ്ടാകുന്നതും. 9ഓളം ഡ്രോണുകൾ പ്രയാഗ്രാജിലേക്ക് പറന്ന് കയറിയതേ കണ്ടുള്ളൂ. 9 ഭസ്മമായി താഴെ വീണു, ചിതറിത്തെറിച്ചു. അപ്പം ഇനിയും ഏതെല്ലാം രൂപത്തിൽ വേണമെങ്കിലും ശ്രമിക്കുമെന്നാണ് ബറേൽവി പറഞ്ഞു വെച്ചിരിക്കുന്നത്. യോഗി ആദിത്യനാഥിന്റെ അവസാനത്തെ കുംഭമേളയും ആഘോഷവുമായിരിക്കും ഇത്. ഒരു യുവാവിനെ കൊണ്ട് അത് പറയിപ്പിച്ച് കുറച്ചു കഴിഞ്ഞ് യുവാവ് മാപ്പും കോപ്പുമായി വന്നെങ്കിലും യുവാവിനെ അടിമുടി യോഗി പോലീസ് പൊക്കി, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തെ എൻക്വയറി നടത്തി. അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിന്നെ നിരുപാധികം, ഒരു കേസുമില്ല, ഒന്നുമില്ല, വെറുതെ വിട്ടിരിക്കുന്നു. യോഗിയുടെ തലയെടുക്കാനാണ് നിനക്ക് തീരുമാനമെങ്കിൽ നീ അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒപ്പിച്ചിട്ടാണത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് അതൊന്ന് ചെയ്ത് കാണിക്കുമോനെ എന്ന് പറഞ്ഞ് കേസില്ലാതെ അയാൾ വെറുതെ വിട്ടു. എന്തായിരുന്നാലും അയാൾക്കെതിരെ കേസായി അയാൾ പിടിക്കപ്പെട്ടു. ഇനിയിപ്പോ വന്നാൽ ഒരു കേസല്ലേ എന്ന് വിചാരിച്ച് അവനെ ഇനിയിപ്പോ ബറേൽവി ടീം വിലക്കെടുക്കുമോ എന്ന് കണ്ടറിയണം. എന്തായിരുന്നാലും 144 വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന ഇത്തവണത്തെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള ആത്മീയത കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ഹിന്ദുക്കളുടെ ഐക്യം കൊണ്ടും ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. പ്രത്യേകിച്ച് ശുചിത്വം വളരെ പ്രധാനമാണ്. അവിടുത്തെ സുരക്ഷ അതിനേക്കാൾ ഏറെ പ്രധാനമാണ്. ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും വിപുലമാക്കുക, ഭക്തരായ ആളുകൾക്ക് ഒരു രൂപത്തിലും ബുദ്ധിമുട്ടുണ്ടാകാതെ അവരെ നോക്കുക എന്നതൊക്കെ സുപ്രധാനമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെയാണ് ഈ മേളയിൽ പങ്കെടുക്കുന്ന വൈദേശികരായിട്ടുള്ള ഹിന്ദു സന്യാസിമാരുടെ പങ്കാളിത്തവും ശ്രദ്ധേയമാകുന്നത്. സനാതന ധർമ്മം, അതാണ് അവർ ഏറ്റവും മുറുകെ പിടിക്കുന്ന ഒരു കാര്യം. ഹിന്ദു സംസ്കാരത്തിന്റെയും ആഗോള വക്താക്കളായി വിവിധ രാജ്യങ്ങളിൽ നിന്നും നിരവധി പേരാണ് പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നവർ പറയുന്നു. ഇതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്തത്. ലോകത്തിൽ ഏറ്റവും വലിയ മേള ഹജ്ജായിരിക്കണം എന്ന് അവരാഗ്രഹിക്കുന്നു. ഹജ്ജിനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ ഒഴുകിയെത്തുന്നത് പോലെ മറ്റൊരു മതവിഭാഗത്തിന്റെയും ഒരു മതവിശ്വാസത്തിന്റെയും ആഘോഷങ്ങളിൽ അതുണ്ടാകാൻ പാടില്ല എന്നിവർ ആഗ്രഹിക്കുന്നു. നമുക്കെന്തുമാകാം, മറ്റുള്ളവർക്ക് ഒന്നുമാകാൻ പാടില്ല എന്ന രീതിയുണ്ടല്ലോ, താൻ പ്രമാണിതം. ഇത് ഈ രാജ്യത്ത് നടക്കുക. ഇവിടെ എല്ലാ മതവിഭാഗത്തിനും ഒരേപോലെയുള്ള സ്വാതന്ത്ര്യമല്ലേ ഇവിടെ കൽപ്പിക്കപ്പെടുന്നത്. പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ആഘോഷങ്ങൾ കേമമായി നടത്തണം? മറ്റുള്ളവരുടെ ഒരാഘോഷങ്ങൾക്കും നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്ക്, പറ്റുന്നവരങ്ങ് പറ്റിക്കോളും. ജപ്പാനിലെ ടോക്കിയോയിൽ നിന്നുള്ള ആത്മീയ നേതാവായ രാജേശ്വരി മഹാമണ്ഡലേശ്വർ കുംഭമേളയെക്കുറിച്ചും സനാതന ധർമ്മത്തിലെ തന്റെ യാത്രയെക്കുറിച്ചും അവരുടെ ചിന്തകൾ പങ്കുവെക്കുകയാണ്. തന്റെ ആത്മീയ പാതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഞാൻ പല പാരമ്പര്യങ്ങളും പരിശോധിച്ചു. എന്റെ ഗുരുവായ ജഗദ്ഗുരു സാമലക്ഷ്മി ദേവിയെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം ഒരിടത്ത് ഒത്തുചേർന്നു എന്നും എല്ലാം സനാതന ധർമ്മത്തിലായിരുന്നെന്നും ഒക്കെ അവർ പറയുന്നു. അവരുടെ വിശ്വാസമാണ്. ഇപ്പോ ഹജ്ജ് ചെയ്തിട്ട് ഒരാൾ പറയുവാണ്, ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ഫിലിം സ്റ്റാറുകൾ, ആക്ടിവിസ്റ്റുകളൊക്കെ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആത്മീയ പാതയിലെത്തി. സാനിയ മിർസയൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടില്ല. അതൊക്കെ വലിയ രൂപത്തിൽ നിങ്ങൾ വാർത്തയാക്കിയല്ലോ. ആ സമയത്തൊന്നുമില്ലാത്ത കുരുക്കൾ എന്തിനാണ് മറ്റൊരു മതവിഭാഗത്തിന്റെ ആഘോഷങ്ങൾ നടക്കുമ്പോഴും അതിനകത്ത് പങ്കെടുത്തിട്ട് അവർക്ക് ലഭിച്ച ചൈതന്യമോ ആത്മീയതയോ സ്വത്വബോധമോ എന്തു തന്നെ ആയിരുന്നാലും ശരി, അവരതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടുന്നത് എന്തിനാ?
എല്ലാ ഉത്തരങ്ങളും ഉള്ളിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് അവര് പറയുന്നു. ജീവിതം എങ്ങനെ തന്റേതാക്കി ജീവിക്കാം, പൂർണ്ണമായും യോജിപ്പുള്ളവരെ ആയിരിക്കുന്നത് ഏതൊക്കെ മേഖലയിലാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് സനാതന ധർമ്മം എന്ന് അവര് പറയുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട്, ആ വീഡിയോയുടെ താഴെ വന്നിട്ട് കാക്കാമാർ എന്തിനാ കുരുക്കൾ പൊട്ടിക്കുന്നത്? തന്നെയുമല്ല, വിദേശിയായ മഹാമണ്ഡലേശ്വരനും അമേരിക്കയിൽ നിന്നുള്ള ഒരു മനഃശാസ്ത്രജ്ഞനും കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന്റെയും സനാതന ധർമ്മത്തിന്റെ പഠിപ്പിക്കലുകളുടെയും ആഴത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ച് അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഇപ്പൊ ഹജ്ജിന് വരുന്ന ആളുകൾ അവരുടെ ആത്മീയതകള്, അവർക്കുണ്ടായ മാറ്റത്തെ സംബന്ധിച്ച്, എന്റെ മനസ്സിന്റെ ഭാരങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിന്റെ മണ്ണിൽ ഇറക്കി വെച്ചു, എന്നിട്ട് ഞാൻ ആ കില്ല പിടിച്ചിട്ടൊന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ കറുത്ത കല്ലുണ്ട് പ്രവാചകൻ മുത്തി ഹജറുൽ അസ്വദിനെ ഒന്ന് മുത്തി മണത്തപ്പോൾ എന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒലിച്ചു പോയി എന്ന് പറയുന്ന വീഡിയോകൾക്ക് താഴെ നിങ്ങൾക്ക് ഒരു രൂപത്തിലുമുള്ള കുരുക്കൾ പൊട്ടുന്നില്ലെങ്കിൽ ഇതിനകത്തും കുരുക്കൾ പൊട്ടേണ്ട കാര്യമില്ല. ഇത് ഇവരുടെ വിശ്വാസം, അത് അവരുടെ വിശ്വാസം. രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസമാണ്, അത് വേറെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ വരുന്ന ഓരോ കുംഭമേളയിലും ഞാൻ ഓടിയെത്തുന്നത് ഇവിടെ കലർപ്പില്ലാത്തതും ശുദ്ധവും സന്തോഷകരവും സമാധാനപരവുമായ ഊർജ്ജസ്വലമായ ഒരു ജീവിത അനുഭവം എനിക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. കുംഭമേള എന്നെ അനുവദിച്ചാൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഇവിടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഹജ്ജിനും ഉംറയ്ക്കും പോയ പല ആളുകളും എനിക്കിനി ഒരിക്കലും എൻ്റെ നാട്ടിലേക്ക് മടങ്ങി പോകണ്ട, എനിക്ക് ഇവിടെ കിടന്ന് അന്ത്യശ്വാസം വലിച്ചാൽ മതി എന്ന് പറയുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അത്തരം വാർത്തകൾ നമ്മൾ കണ്ടിട്ടില്ലേ? പല വൃദ്ധ മാതാപിതാക്കളെയും മക്കയിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്ന മക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ? എനിക്ക് ഈ മണ്ണിൽ കിടന്ന് മരിച്ചാൽ മതി. പലരും ഹജ്ജിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്കിനും തിരിച്ചു വരണ്ട ഈ മണ്ണിലേക്ക്, എനിക്ക് അള്ളാഹുവിന്റെ മണ്ണോട് ലയിക്കാനാണ് താല്പര്യമെന്ന് പറയുന്ന ആളുകളില്ലേ? ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചാരിതാർത്ഥ്യമാണ് തോന്നുന്നത്? അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എത്രമാത്രം മഹത്വമാണോ അതുപോലെ അപരനവന്റെ വിശ്വാസവും മഹത്വമാണ്. സനാതന ധർമ്മത്തെ കുറിച്ച് അവര് സംസാരിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും ഇവരും സംസാരിക്കുന്നു. രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തന്നെയാണ്. സമാധാനവും സന്തോഷവും ജീവിതത്തിന്റെ പൂർത്തീകരണത്തിലേക്കുമൊക്കെ അവർക്ക് സന്ദേശം ലഭിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പാതയാണ് കുംഭമേള കൊണ്ട് തുറക്കുന്നത് എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു ഊർജമാണ് ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും എനിക്ക് ലഭിക്കുന്നത് എന്ന് സാനിയ മിർസമാർ പറയുമ്പോൾ രണ്ടും ഒരേ അളവിൽ കാണാൻ സാധിക്കണം. ഫ്രാൻസിൽ നിന്നുള്ള ഹയേന്ദ്രദാസ് മഹാരാജ്, അയാള് മഹാമണ്ഡലേശ്വർ കുംഭമേളയും ഒക്കെ ആയിട്ടുള്ള തന്റെ ആഴത്തിലുള്ള ബന്ധവും സനാതന ധർമ്മവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആജീവനാന്ത യാത്രയും പങ്കുവച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ പറയാനുള്ള കാരണമെന്നറിയാമോ? അദ്ദേഹം പറയുന്നു, തന്റെ സന്ദർശനത്തെ കുറിച്ചിട്ട് ഓർമ്മിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഞാനിവിടെ കുംഭമേളയ്ക്കായിട്ടാണ് വന്നത്, ഇവിടെ ഇന്ത്യയിലേക്ക് വന്നു, ഇവിടെ ഓരോ ശ്വാസവും ശക്തിയിൽ നിറഞ്ഞിരിക്കുവാണ്. ആരാധന, ഭക്തി, പോസിറ്റിവിറ്റി, എനർജി, വിശ്വാസം, സ്നേഹം, സമാധാനം, ഒത്തുചേരൽ, പങ്കുവയ്ക്കൽ, ഇങ്ങനെ ആത്മീയമായിട്ട് താൻ റീചാർജ് ചെയ്യപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ആത്മീയമായി റീചാർജുകൾ ചെയ്യപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ഹജ്ജിന്റെയും ഉംറയുടെയും സന്ദർഭത്തിലും പുറത്തു വന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ ഈ വിഷയത്തിലും നിങ്ങൾ പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഇത് പ്രയാഗ്രാജിലാണ്, UP-യുടെ മണ്ണിലാണ് ഇത് നടക്കുന്നത്, യോഗിയുടെ കൺട്രോളിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് മാത്രം യോഗിയുടെ തലയെടുക്കുമെന്ന് പറഞ്ഞാൽ യോഗിയുടെ തലയെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നത് രണ്ടാമത് പോട്ടെ. ഒരു യോഗിയുടെ തലയെടുത്താൽ ഉടനെ തന്നെ ഹിന്ദുക്കളുടെ ആരാധനകളൊക്കെ അങ്ങില്ലാതായി പോകുമോ? നമ്മുടെ കളമശ്ശേരിയില് യഹോവ സാക്ഷികള് അവരുടെ ഒരു കൺവെൻഷൻ, സംബ്ര കൺവെൻഷൻ, അവിടെ അവരുടേതായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് ഡൊമിനിക് മാർട്ടിന് കുരുക്കൾ പൊട്ടി. ഡൊമിനിക് മാർട്ടിൻ ആരായിരുന്നു? സാക്കർ നായിക്കിന്റെ ശിഷ്യൻ. 5 സ്ഥലത്ത് മുമ്പ് വെച്ച് പൊട്ടിച്ചു. എങ്ങനെയുണ്ട്? അപ്പോ നിങ്ങളുടെ ഈ അസഹിഷ്ണുത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ അസഹിഷ്ണുതയ്ക്ക് മരുന്നാണ് ഇന്ന് യോഗി തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര കണ്ടിതിനെ പ്രതിരോധിക്കുന്നു, എത്ര കണ്ട് നിങ്ങൾ ഒരു കാര്യത്തെ ഭയക്കുന്നോ ആ കാര്യം സംഭവിച്ചിരിക്കും. നിങ്ങള് ഈ യോഗി ആദിത്യനാഥ് ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഒരുപാട് ഇസ്ലാം മത വിശ്വാസികൾ മതം വിടുന്നു, നിങ്ങളത് ഭയക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് സംഭവിച്ചിരിക്കും.
അതാണ് ഇന്ന് പ്രയാഗ്രാജ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കുരുക്കൾ പൊട്ടാതെ ഈ മതം വിടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവർ വിട്ടോട്ടെ. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ തീർന്നില്ലേ കാര്യം. നന്ദി.